ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പെരുന്നാൾ ദിവസമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന 4 സിമ്പിൾ ആയിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പീസാണ് കേട്ടോ. പിന്നെ പെരുന്നാൾ ദിവസമൊക്കെ ചെയ്യാൻ പറ്റുന്ന പായസങ്ങളൊക്കെ നമ്മൾ കുറേ മുൻപേ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആയിരിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ആദ്യം ഇതിലേക്കായിട്ട് നമുക്ക് കുറച്ച് സേമിയാണ് വേണ്ടത്. അപ്പം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി സേമിയ എടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല നേരിയ കനം കുറഞ്ഞ സേമിയ തന്നെ വേണം എടുക്കാനായിട്ട്. ഇതൊരു 150 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി അടി കട്ടിയുള്ളൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സേമിയയും കൂടെ ചേർത്തിട്ട് വേണം വറുത്തെടുക്കാൻ. ചെറിയ തീയിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബദാമും കൂടെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. സേമിയ വറുക്കുന്ന സമയത്ത് തീ കൂട്ടി വെച്ച് കളർ മാറ്റിയെടുക്കരുത് കേട്ടോ. നമ്മളിത് ഇതുപോലെ തന്നെയാണ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ച് നല്ല ക്രിസ്പി ആക്കി എടുക്കാം. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചെറിയ തീയിൽ ഒരു 1 മിനിറ്റ് കൂടെ വറുത്തെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി വറുക്കാതെ കൂടെ ചേർത്തിട്ടാണ് മിക്സ് ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കറക്റ്റായിട്ട് വറവായി കിട്ടുന്ന സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണ് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തേക്ക് ഇത് നമ്മൾ വറുത്തെടുത്ത സേമിയ ഒരു പകുതി ഭാഗം മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അടുത്തതിന് ഒരു 2 കപ്പ് അളവിൽ പാലെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുക്കുന്നുണ്ട്. 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അതിന് ശേഷം മാത്രം ഗ്യാസ് കത്തിച്ചാൽ മതി. എന്നിട്ട് ഈ പാൽ അത്യാവശ്യം ചൂടായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരു ഇത്തിരി പാലും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് കുറുക്കിയെടുക്കണം. ഈ ഒരു കസ്റ്റാർഡ് കൂട്ടിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു 2 തുള്ളി മാത്രം വാനില എസൻസ് കൂടെ ചേർത്ത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കസ്റ്റാർഡ് അത്യാവശ്യം ഈ ഒരു രീതിയിലൊന്ന് കുറുകി കിട്ടിക്കോട്ടെ. ഇനി ഇത് ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു സേമിയയുടെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള സേമിയയുടെ മിക്സ് ഉണ്ടല്ലോ അതും ഇതിൻ്റെ മേലേക്ക് ആദ്യം ഇട്ട പോലെ തന്നെ നിരത്തി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ ക്രീം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അമർത്തേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചെരുവ് നല്ല ഫ്രഷ് ആയിട്ട് തേങ്ങ ചെരുവിയത് ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്രീമും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഒരു 200 ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമാണിത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ മേലേക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സേമിയ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചെരുവതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 2-3 മണിക്കൂർ നല്ലോണം തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട് റെസിപ്പി തന്നെയാണ് ഇട്ടത്. ഇതുവരെ ചെയ്ത് നോക്കാത്തവർക്കൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. അടുത്തതിന് നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ജലാറ്റിനാണ് വേണ്ടത്. ഒരു 1.5 ടേബിൾ സ്പൂൺ അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് സാധാ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഫുൾ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് 5-6 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതോടെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയ ചൂടുള്ള 1 കപ്പ് പാലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് നമ്മൾ മൊത്തത്തിൽ എടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് മാക്സിമം പാൽ ഇതിൽ നിന്ന് എടുക്കുക കേട്ടോ. രണ്ടാമത്തെ തവണ പാലെടുക്കുന്ന സമയത്ത് ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് പാലെടുക്കുന്നത്. അപ്പം ഇനി ഒരുപാട് കൂടുതൽ വെള്ളം എടുക്കേണ്ട. അപ്പോൾ നല്ല ഫൈനായിട്ട് ഇതുപോലെ നല്ല തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1 to 1.5 ടേബിൾ സ്പൂൺ മാത്രം കണ്ടൻസ് മിൽക്കും കൂടി ഈ സമയത്ത് ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. കൂടുതൽ വേണ്ട. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ജലാറ്റിൻ്റെ ഇതുപോലെ ഇങ്ങനെ കട്ടിയായി വന്നിട്ടുണ്ടാകും. അതൊന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് 20 സെക്കൻഡ് മാത്രം കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അല്ലെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ കൂട്ടിലേക്ക് ഇതിങ്ങനെ തന്നെ ഡയറക്റ്റ് വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇതിന് നമ്മൾ ചൂടാക്കി എടുക്കുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല. ഇത്ര തന്നെയുള്ളൂ. ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ച് സെറ്റാക്കി എടുത്താൽ മതി. ഫ്രീസറിൽ വെക്കേണ്ട, താഴെ തന്നെ വെച്ചാൽ മതി. അങ്ങനെ 4-5 മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതിങ്ങനെ കോരി കഴിക്കുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ നല്ലൊരു പുഡിംഗ് റെസിപ്പി തന്നെയാണിത്. അടുത്തതിന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യത്തിന് വേണ്ടിയിട്ട് നല്ല അടികട്ടിലൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീ കത്തിച്ചിട്ടില്ല കേട്ടോ. ഈ സമയത്ത് തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. കുറച്ച് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അതോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. എല്ലാം കൂടെ നന്നായി മിക്സ് ആയി വന്നതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം. അത്യാവശ്യം തിളച്ച് വന്നു കഴിഞ്ഞാലും ഒരു 2-3 മിനിറ്റ് കൂടെ ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്നങ്ങ് പാൽ ചെറുതായിട്ടൊന്ന് കുറുകുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഒരുപാട് വറ്റിച്ചെടുക്കൊന്നും വേണ്ട. ഈ സമയത്ത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ഒരു 2 തുള്ളി വാനില എസൻസ് കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ അതൊരു സൈഡിലിരിക്കട്ടെ. അടുത്തതൊരു 8 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ 4 സൈഡും ഇതുപോലെ തന്നെ കളഞ്ഞെടുത്തിട്ട് നല്ല ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് ഒരു ബ്രെഡിൻ്റെ പീസൊക്കെ അങ്ങ് നിരത്തി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു ചൂടുണ്ടാവും, അത് കുഴപ്പമില്ല. ഒരു ചെറിയ ചൂടിൽ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെരുവിയത് ഒരു 5-6 ടേബിൾ സ്പൂൺ ഇതുപോലെ എടുത്തിട്ട് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വേണ്ട, എന്നാലും അത്യാവശ്യം ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. ബദാം, പിസ്ത, അതുപോലെ തന്നെ കാഷ്യൂ കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതുകൊണ്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ക്രീം സെറ്റാക്കി എടുക്കേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രഷ് ക്രീം കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു 200-250 ഗ്രാം അളവിലെടുക്കാം. ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. മധുരം നോക്കിയിട്ട് പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഏതെങ്കിലും ചേർത്തിട്ട് കറക്റ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മിക്സായി വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്രീം ആയിട്ടുണ്ടാവും. അപ്പം അത് നമ്മളിത് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ ഒരു പുഡിംഗ് മിക്സ് ഉണ്ട്, അതിൻ്റെ മേലേക്ക് ഇതുപോലെ അങ്ങ് നിരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല രീതിയിൽ അങ്ങ് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇനി ഒരു 3-4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ട് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. അതല്ലെങ്കിൽ ചെറുതായിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യും. നമ്മൾ ഒമാലി ചെയ്യുന്നത് പോലെ തന്നെ അങ്ങനെ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണ്. അടുത്തതിന് നമ്മൾ നല്ലൊരു മിൽക്ക് കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല എളുപ്പത്തിൽ വെച്ചാൽ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. എന്നാൽ നല്ല ടേസ്റ്റിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. ആദ്യം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും ചേർത്തിട്ട് വേണം കേട്ടോ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ സമയത്തിന് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഒരു 1/2 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു മുട്ട നല്ല വൈറ്റ് കളറിൽ ഈ ഒരു രീതിയിലാവുന്ന വരെ തന്നെ നല്ലോണം പതപ്പിച്ചെടുക്കണം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഇത്തിരി 1/4 കപ്പ് പാൽ കേട്ടോ. അപ്പോൾ രണ്ടും ഒരുപാട് സ്പീഡിലിട്ട് മിക്സ് ആക്കണ്ട, ചെറിയതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. പിന്നെ ഒരു 2 തുള്ളി മാത്രം പിസ്തയുടെ എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം മതി. അതൊന്ന് ചെറുതായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മിക്സ് ആക്കി വെച്ചുള്ള ഒരു മൈദയുടെ കൂട്ടുണ്ടല്ലോ, അത് കുറച്ചായിട്ടൊന്ന് അരിപ്പയിലൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ച് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് മിക്സാക്കി ആ ഒരു മുട്ടയുടെ പത കളയണ്ട, അത്യാവശ്യം നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി ഇത് ചെറിയൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 20 മിനിറ്റൊക്കെ തന്നെ മതിയാകും. 160 ഡിഗ്രിയിൽ ഓവനിലാണെങ്കിൽ. അതല്ല ഗ്യാസിന് മേലെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ബേക്കാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇത് പുറത്തെടുത്തതിന് ശേഷം നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ, അത് നിർബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇതിലേക്കൊരു മിൽക്ക് മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ റെയിൻബോ മിൽക്കും ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കേട്ടോ, ഒരു ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്താണ് എടുത്തിട്ടുള്ളത്, നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ 2 തുള്ളി വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം നല്ല മധുരമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു അളവിൽ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അളവിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കേക്ക് ഉണ്ടല്ലോ, അത് ഇതുപോലെ നല്ലോണം ഫോർക്ക് വെച്ച് നല്ലോണം കുത്തി കൊടുക്കുക കേട്ടോ. ആ ഒരു മിൽക്കിൻ്റെ മിക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു മിൽക്കിൻ്റെ കൂട്ട് ഇതിലേക്കൊരു പകുതി ഭാഗത്തോളം നല്ലോണം അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് കേക്ക് നന്നായിട്ട് അങ്ങ് കുതിർന്ന് കിട്ടണം, ആ രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തേക്ക് ഫേമസ് ആയിട്ടുള്ള ആലിയ ഭട്ട് മിൽക്ക് കേക്ക് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് ചെയ്യുന്ന പോലെ ജസ്റ്റ് അങ്ങ് കൊടുത്താലും മതിയാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലേക്ക് കുറച്ച് പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. റോസ് പെറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയ പീസ് ചെറിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കിയിട്ടുള്ള മിൽക്ക് കൂട്ട് കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ, അത് ഒഴിച്ചിട്ട് തന്നെ വേണ്ട കഴിക്കാനായിട്ട്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഓൾറെഡി കേക്ക് കുതിർന്നിട്ടായിരിക്കും, പക്ഷേ ഇത് ഈ ഒരു മിൽക്കിൻ്റെ കൂട്ടും കൂടെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും റെസിപ്പീസ് ഇപ്പോൾ നിങ്ങൾ പെരുന്നാളിനൊക്കെ വേണ്ടി ചെയ്ത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ റെസിപ്പി മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പികൾ കേട്ടോ. അപ്പം ഈ ഒരു പെരുന്നാളിൻ്റെ സമയത്തൊക്കെ നമുക്കിതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്